നമസ്കാരം. കല്ലൂസ് കോസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അതിനായി ശർക്കര പാനി ഉണ്ടാക്കാൻ നമുക്ക് തിളപ്പിച്ച് പാനിയാക്കി എടുക്കാം. പാനി ആവുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ മിക്സിയിലൊന്ന് അടിച്ച് പാലാക്കി എടുക്കാം. തേങ്ങ അരച്ചത് നമുക്ക് അരിപ്പിയിൽ ഒഴിച്ച് പാലാക്കി എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ അരിപ്പൊടി കലക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. കട്ടയില്ലാതെ കലക്കി എടുക്കാം. അരിച്ചെടുക്കാം. അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ മിക്സ് ആക്കിയത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ശർക്കര പാനിയും ഇതിലോട്ട് ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കാം. ഇതിന് എണ്ണയോ നെയ്യോ ആവശ്യമില്ല, കാരണം തേങ്ങാപ്പാല് വറ്റി അത് എണ്ണ തെളിയും. ഒന്ന് കുറുകി വരട്ടെ, എന്നിട്ട് കാണിക്കും. ായിട്ടുണ്ട്. ഇനിയും ഒരു 10-15 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. ശേഷം ആവാറായിട്ടുണ്ട്. ഇനി കുറച്ചു നേരവും കൂടെ ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാ കാഷ്യൂനട്ടും മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാനൊന്നും ഇവിടെ ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാല് ഒരു തേങ്ങ ഇട്ടാൽ അത്രയും നല്ലതാണ്, പക്ഷെ ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു തേങ്ങയുടെ ഒരു മൂടിയും കുറച്ച് ഭാഗം കൂടെ ചിരകിയിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടുണ്ട്. വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.